റിനിക്ക് 20 മാസം കൊണ്ട് ഈ പറഞ്ഞ 5 കോടി രൂപ ചെയ്തെന്ന് വിചാരിക്കും. ഇനി എന്ത് വേണം? ഇത് ഉണ്ടാക്കാൻ സിമ്പിളാ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഇനി എന്ത് വേണം? ഇവനെ പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് അടുത്ത ടാസ്ക്. ഇപ്പോൾ ലോട്ടറി കിട്ടിയ പല ആളുകളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാകും. 2, 3, 5 വർഷം കഴിഞ്ഞാൽ ഇവര് പഴയതിനേക്കാളും മോശ രൂപത്തിൽ കണ്ടുണ്ടാവും. കാരണം വന്ന പണത്തെ സംരക്ഷിക്കാൻ അറിയില്ല, മാനേജ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 20 മാസം കൊണ്ട് നമ്മൾ ഏൺ ചെയ്ത പൈസ എങ്ങനെ സ്വന്തമാക്കണം. അങ്ങനെ സ്വന്തമാക്കണം. പണത്തിന് 13 നിബന്ധനകളുണ്ട്, അതും പഠിക്കണം. ഇതൊക്കെ ഞങ്ങളിവിടെ പഠിപ്പിച്ചു തരും. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം തന്നെ കോച്ചബിൾ ആവാം. ഓക്കെ, അപ്പോൾ ആ കോച്ചബിളായ മാത്രം പോരാ. റിനി ഒരു പക്ഷെ വീട്ടില് പലതരത്തിലുള്ള സ്വഭാവമായിരിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ആ സ്വഭാവം ഒന്നും ഇവിടെ പറ്റൂല. വേഴ്സറ്റൈൽ, നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് മാറണം. പിന്നെ അടുത്തൊന്നാണ് ആക്ഷൻ ഓറിയന്റഡ്. നമ്മൾ ഈ വരുന്ന 20 മാസം കർമ്മനിരതരാവണം. വേറെ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഓൺലി ഫോക്കസ്. നമ്മൾ എത്രയാണോ നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുക, അതിലേക്ക് മാത്രം ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ വർഷം 50 ലക്ഷം വേണം. വെരി സിമ്പിൾ. പക്ഷെ എന്തായിരിക്കണം? ഈ 50 ലക്ഷം രൂപയിലേക്ക് മാത്രമായിരിക്കണം റിനിയുടെ ഫോക്കസ്. വേറെ കല്യാണമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഈ വരുന്ന പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ഒരു 50 ലക്ഷത്തിനായിരിക്കും നമ്മൾ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതെ, വേറെ ഒന്നിലേക്കും പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞു